അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്തായാലും ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചു. പറയുമോനെ മോനെ അമ്മയുടെ കൂടെ ഉണ്ടാവും അമ്മയ്ക്കറിയാം. അതൊന്നുമല്ല, എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി 25,000 രൂപ വെച്ച് എല്ലാ മാസവും തരണം. പിന്നെ വീട് അതെൻ്റെ പേരിൽ എഴുതരണം. എനിക്ക് പണിയെടുത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഓഫീസിലേക്ക് ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പോരുക. എനിക്ക് ഡൈവോഴ്സ് വേണം. എനിക്കത് ആദ്യം വേണം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് അംബിക. എനിക്കത് പറയാനേ ഒരു മടിയില്ല. അളിയനല്ലേ താങ്കള്? അനിയന. എന്ത് അനിയനേ? അതെ, നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. ചേട്ടനാണോ അനിയനാണോ? ഇതെന്റെ ചേട്ടനാ സാറേ. ഇതെന്റെ അനിയനാ സാറേ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തേ ഇനി ആൾക്കാരെ കൊണ്ടുവന്നോ? ഓ മതി മതി, ധാരാളം. എന്റെ സാറേ, എനിക്ക് ഇനി ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഡൈവോഴ്സ് വേണം. ഇങ്ങേരുടെ കൂടെ എനിക്ക് ഒട്ടും പറ്റില്ല ജീവിക്കാൻ. അമ്പി, നീ കാര്യമായിട്ടാണോ പറയണേ? ഇത് പ്രശ്നമാവൂട്ടാ. ചേട്ടാ ഇത് ഈ കൂടുതൽ സഹിക്കണ്ട. ഡൈവോഴ്സ് തന്നെ, വേറെ വാർത്തല്ല. അല്ല ചേച്ചി, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ മ്യൂച്വൽ പെറ്റീഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈവോഴ്സ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്തോ നിങ്ങളുടെ? എന്റെ സാറേ, ഇവളെ ഞാൻ അനങ്ങാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. എന്ത് ചെയ്താലും കുറ്റം. അത് പിന്നെ ഇങ്ങനെ ഓരോ ഉടായ്പും കൊണ്ട് നടക്കണ കാരണമാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് പറയടി. ഞാൻ എന്ത് ചെയ്തെന്ന്? മനുഷ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്ത് ചെയ്തെന്ന് പറ. നീ പറ. ഞാൻ എന്ത് ചെയ്തെന്ന്? അതെ, ഇത് വീടല്ല, ഇത് ഞങ്ങളുടെ ഓഫീസാണ്. കുറച്ച് മാന്യമായിട്ട് പെരുമാറാം. ആരെങ്കിലും ഒരാൾ പറയേ. ചേച്ചി പറയേ, എന്താ പ്രശ്നം? അതെ, ഞാൻ ആദ്യം. എന്നാ നിങ്ങൾ അങ്ങോട്ട് പറ. ഇവളും മോനും കൂടി കഴിഞ്ഞ ദിവസം കൊണ്ട് കളഞ്ഞതേ എന്റെ 40,000 രൂപയാണ്. 40,000 രൂപ? അതെന്താ സംഭവം? ഞാൻ ഏതോ പെണ്ണുങ്ങളെ വിളിക്കേണ്ടെന്നും പറഞ്ഞു ഞാൻ വലിയ ഉടായ്പുകാരനെന്നും പറഞ്ഞ് എന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹാക്കറെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്നിട്ടെന്താ, അയാൾ എന്റെ 40,000 രൂപ അടിച്ചു മാറ്റി. കേസ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തില്ല. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചീനെ പറ്റിക്കുന്നുണ്ടെന്നും ചേച്ചിയുടെ ഹസ്ബൻഡ് പല പെണ്ണുങ്ങളായിട്ടും ഫോൺ വിളി തുടങ്ങിയുള്ള പരിപാടികളുണ്ടെന്നും സംശയിച്ച് ചേച്ചി ഒരു ഹാക്കറിനെ ഏൽപ്പിച്ചു താങ്കളുടെ ഹസ്ബൻഡിന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ. ഇതാണ് സംഭവിച്ചേക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് മാത്രമല്ല, വേറെ പല കാരണങ്ങളും ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം അതിരപ്പള്ളിക്ക് പോയതാണ്. ഈ മനുഷ്യൻ പറഞ്ഞേ വാ. ഇപ്പൊ 9 മണിയായി. 10:30 മണിക്ക് അവിടെ എത്താം. വാ. ഞങ്ങളന്ന് നേരെ പോണെങ്കിലേ അതിരപ്പള്ളി എത്തുമ്പോഴേക്ക് രാത്രിയാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുഴിക്കാടിശ്ശേരിയിൽ റൂം എടുത്ത്. അല്ല, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അവിടെ പ്രശ്നം ഉണ്ടായില്ല. നല്ല റൂമാണ്, നല്ല സർവീസ്. അല്ലേടി? റൂമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹോട്ടലിലെ റൂമൊക്കെ നന്നായിരുന്നു. പിന്നെന്താ, ക്യാഷ് കൂടുതലായിരുന്നോ? കാശ് കൂടുതലൊന്നായില്ല. ഒരു 2,000 രൂപ. പിന്നെ നല്ല ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല ശാന്തമായ അന്തരീക്ഷവും. അല്ല, പിന്നെ വേറെന്താ പ്രശ്നം ചേച്ചി? അതെ, ഇങ്ങനെ അവിടെ മുമ്പും പോയിട്ടുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇയാളോട് എന്ത് സ്നേഹത്തിലാണ് പെരുമാറണെന്നറിയോ? അത് പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവർ അങ്ങനെയല്ലേ പെരുമാറുള്ളൂ. ഇങ്ങേർക്ക് അവിടെ എന്തോ ചുറ്റിക്കളി ഉണ്ട്. ആരൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ മദ്യവും. അതെ മതി, നിർത്തിക്കോ. നീ ഒന്നും പറയണ്ട. ചേട്ടാ എനിക്ക് വാ പോവാ. ഒടുക്കത്തെ സംശയം ഒഴുകി. അത് മാത്രമല്ല, രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലി, ദോശ, പുട്ട്, അതിനടുത്ത കറികളും ചായയും ഒക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. ഏതെങ്കിലും വീട്ടിൽ പോയി എങ്ങനെ കിട്ടുമോ? എന്റെ പൊന്നു സാറേ, അവിടെ റൂം ബുക്ക് ചെയ്യണവർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നത് അതൊക്കെ. അതായത് നിങ്ങൾ അതിരപ്പള്ളിക്ക് പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി താമസിച്ചു. അവിടെ പുള്ളി സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ടാണ് പുള്ളിക്ക് അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയത്. നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയെന്നാണ് ചേച്ചി ഇങ്ങോട്ട് പരാതി. വേറെയും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ടേ അഷ്ടമിച്ചൂർ ഒരു കടയിൽ കൊണ്ടുപോയി. എന്നിട്ട് വാങ്ങിച്ചു തരാതെ പറ്റിച്ചു അല്ലേ? ഇല്ല, ഡ്രസ്സ് മേടിച്ചു തന്നു. ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ട് പിന്നെ എന്തിനാ പരാതി? അവിടെ ഓഫറായിരുന്നു. എന്തുകൊണ്ട് ലേഡീസ് മുകളിലാണ്, ജെൻസ് താഴെയാണ്. മേഡം എന്നിട്ടാ നോക്കണേ? മോളെ എന്താ എടുക്കടാ.
എഴുതിയതോ? അതെടുത്ത് മോളെ ഇതേ അതാത് എടുത്തേടാ, ആ ബ്ലാക്കിൽ ഷെയ്ഡ് വന്നത്. ആ അതെ ഇതെടുത്തേ മോളെ, ഇതേ ഇതത്. അമ്മ ഇത് ഒരെണ്ണം പറഞ്ഞിട്ട് 2-3 അച്ഛൻ ചെയ്തോ? ഷോപ്പൊക്കെ എങ്ങനെയുണ്ട്? ആ നന്നായി, കുഴപ്പമില്ല, നല്ല സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ ഒരു ജോഡി എടുക്കാൻ വന്നതാ. 3, 6 ചെയ്തിട്ടുണ്ട്. ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ മാക്സിമം സെറ്റപ്പ് ചെയ്തു ജീപ്പ് ചെയ്തു. അപ്പൊ ശരി, സന്തോഷം. ഇതാ ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ കേട്ടാ. ഓക്കെ, ശരി ശരി, ഇനി പറഞ്ഞോട്ടാ. ഓക്കെ. ഓഫർ വിലയിൽ നിന്നാണ് എനിക്ക് ഇയാൾ വാങ്ങിച്ചു തന്നത്. എന്റെ അമ്പി, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? എന്നിട്ട് എന്തേ ഡ്രസ്സിന് വില കുഴപ്പമുണ്ടായിരുന്നോ? ഡ്രസ്സൊക്കെ നല്ലതായിരുന്നു. നല്ല ഡ്രസ്സും നല്ല വില കുറവുണ്ടായിരുന്നു. ഒരു ജോഡി വാങ്ങിക്കാൻ കയറി ഞങ്ങള് 3 ആള് 2 ജോഡി വീതം വാങ്ങിച്ചു. ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോ ഇയാൾ എന്തിനാ ഈ ഓഫറുള്ള കടയിൽ കൊണ്ടുപോണേ? ഈ എന്നെ പറ്റിക്കാൻ, ഈ അംബികേനെ പറ്റിക്കാൻ. ഇങ്ങനെ ആരൊക്കെയോ അവിടെ ഡ്രസ്സ് മേടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഇത്ര ഓഫർ കൊടുത്തത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫറുകൾ കൊടുക്കാറുണ്ട്. അത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഷർട്ട് ഇടാറുണ്ട്. ഞാൻ ഇവളുടെ ഭർത്താവാ. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്തു കൊടുത്താലും ഇവള് നെഗറ്റീവേ കാണുള്ളൂ. ഇത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. എനിക്കും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളല്ലേ? അപ്പൊ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൈവേഴ്സ് കിട്ടും. പിന്നെ ചേട്ടനോട് പറയാനുള്ളത്, ചേട്ടൻ പിന്നെ ഇതിലും വലിയൊരു ഭാഗ്യം കിട്ടാനില്ല. താങ്ക് യു സാർ. ഞാൻ പോവാണ്ടാ. നീ പോടി, നീ എവിടെങ്കിലും പൊക്കോ. ഞാൻ പോകും ഏട്ടാ, നമുക്ക് പോവാ. മോളെ എല്ലാം ശരിയായില്ലേ? ഓക്കെ ഓ, എല്ലാം ശരിയായി ഏട്ടാ. എന്നാ പോവാ. വാ, അറിയാം. ഏട്ടാ നീ എവിടെങ്കിലും പോടി, എന്റെ കുടുംബത്തേക്ക് വന്നേക്കരുത്. പോലെയാ. അളിയനും അളിയനും പോകുന്ന നോക്കിയേ, ഒരു അമ്മ പെറ്റളിയാമാരെ പോലെ.